Hello everybody and welcome back. നമ്മൾ CUET PG 2024 ലൈഫ് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 55 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 56. Taxol medicine used in treatment of cancer is extracted from Taxus brevifolia, Ephedra species, Pinus roxburghi, Catharanthus roseus. ടാക്സോൾ മെഡിസിൻ എന്ന് പറയുന്നത് കീമോതെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്, ഒരു മരുന്നാണ്. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ ഈസോഫാഗൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാൻസറിലും എന്ത് വരുന്നുണ്ട്, ഈ പെർട്ടിക്കുലർ ഡ്രഗിന്റെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്പീഷീസിൽ ഏതിൽ നിന്നാണ് ഈ പെർട്ടിക്കുലർ മെഡിസിൻ എക്സ്ട്രാക്ട് ചെയ്യാന്നാണ് ചോദ്യം. ടാക്സസ് ബ്രെവിഫോളിയാണ് കേട്ടോ വരുന്നത്. ടാക്സസ് ബ്രെവിഫോളിയിലാണ് എന്തുള്ളത്, ടാക്സോളിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ടാക്സസ് ബ്രെവിഫോളിയ മാത്രമല്ല, ടാക്സസ് ജീനസിൽ തന്നെ വേറെ പല സ്പീഷീസിലും എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സോള് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓപ്ഷൻസിലാകെ നിങ്ങൾക്ക് ടാക്സസ് ബ്രെവിഫോളിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ 1 ടാക്സസ് ബ്രെവിഫോളിയ. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഹിസ്റ്റോൺ ഇറേസേഴ്സ്, ഹിസ്റ്റോൺ റീഡേഴ്സ്, ഹിസ്റ്റോൺ റൈറ്റേഴ്സ്, DNA അൺവൈൻഡിങ്. ലിസ്റ്റ് 2 methyl transferase, deacetylases, topoisomerase, bromodomain proteins. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാ? പല ടൈപ്പ് ഓഫ് എൻസൈംസും അതുപോലെ തന്നെ പ്രോട്ടീൻസും ആണ്. ഓക്കെ, ലിസ്റ്റ് 1 ഏകദേശം അതിന്റെ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ മിക്ക എൻസൈംസും പ്രോട്ടീൻസും നമ്മളെ ഹിസ്റ്റോൺസിന്റെ മോഡിഫിക്കേഷൻസ് ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, ഹിസ്റ്റോൺ മോഡിഫിക്കേഷനും അത് കാരണം ഉണ്ടാവുന്ന DNA എന്താ പറയുക കോയിലിംഗ് ഡിഫറൻസസും അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എൻസൈംസും പ്രോട്ടീൻസും. അപ്പൊ ഒന്നൊന്നായിട്ട് നോക്കാം. മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ പറ്റും. DNA തന്നെ പല ലൊക്കേഷൻസിലും എന്ത് ചെയ്യാൻ പറ്റും, മീഥൈൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യാനും മീഥൈൽ ഗ്രൂപ്പ്സ് റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ പെർട്ടിക്കുലർ ജീനും ആ പെർട്ടിക്കുലർ DNA ഒക്കെ റീഡ് ചെയ്യുന്നതിനും ഒക്കെ എന്ത് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരും. ഓക്കെ, ഇതൊക്കെ എപ്പിജെനറ്റിക്സുമായിട്ട് കണക്റ്റഡ് ആട്ടോ. മീഥൈൽ ട്രാൻസ്ഫറേസും ഡിഅസറ്റൈലേസും മീഥൈലേഷനും അസറ്റൈലേഷനും ഒക്കെ എന്താ, എപ്പിജെനറ്റിക് ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പം മീഥൈൽ ട്രാൻസ്ഫറേസ് നമ്മൾ പറഞ്ഞു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാന്നുള്ളത്. ഡിഅസറ്റൈലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യല്. ടോപ്പോ ഐസോമറേസ് നമുക്കറിയാം കോയിലിങ്ങിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബ്രോമോ ഡൊമെയിൻ പ്രോട്ടീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള പെർട്ടിക്കുലർ സൈറ്റുകളിലുള്ള റെസിഡ്യൂസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ് ആണ് എന്ത്, ബ്രോമോ ഡൊമെയിൻ പ്രോട്ടീൻസ് പറഞ്ഞാൽ. അപ്പം അതും ലിസ്റ്റ് 1 പറഞ്ഞ ഫംഗ്ഷൻസും ലിസ്റ്റ് 1 ടേംസും ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ആദ്യത്തത് ഹിസ്റ്റോൺ ഇറേസേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, റിമൂവ് ചെയ്യാൻ അല്ലെ, മായ്ച്ചു കളയാൻ. അപ്പൊ ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ഏതാ നമ്മൾ പറഞ്ഞിരുന്നത്, ഡിഅസറ്റൈലേസസ്. ഇപ്പൊ ഹിസ്റ്റോൺ ഇറേസേഴ്സ് ആയിട്ട് വരുന്നത് ഡിഅസറ്റൈലേസ്. ഹിസ്റ്റോൺ റീഡേഴ്സ് ആയിട്ട് വരുന്നത്, റീഡ് ചെയ്യുന്ന എന്തിനാ, വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, വേർഡ്സിനെ മനസ്സിലാക്കാൻ അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലിസ്റ്റ് 2 എന്തിനായിരുന്നു കണ്ടത്, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ബ്രോമോഡൊമൈൻ പ്രോട്ടീൻ ആണ്. അപ്പൊ ബി എന്താ, 4. ഹിസ്റ്റോൺ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റേഴ്സ് ആഡ് ചെയ്യുക, വേർഡ്സ് ആഡ് ചെയ്യുക അല്ലെ. ഒരു കാര്യം എഴുതാന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം. അപ്പൊ ആഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് എന്ത് ടൈപ്പ് ഓഫ് എൻസൈം ആയിരുന്നു, മീഥൈൽ ട്രാൻസ്ഫറേസ്. അവിടെ മീഥൈൽ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം CS1. DNA അൺവൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിലിംഗിൽ ചേഞ്ചസ് വരാം. DNA കോയിലിംഗ് കുറച്ചും കൂടെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവുകയാണ്, അൺവൈൻഡിങ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഫംഗ്ഷൻ ആരാ വരുന്നത്, ടോപ്പോ ഐസോമറേസ്. അപ്പൊ ഇതിന്റെ ആൻസർ A ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഇസ് ദ പ്രസൻസ് ഓഫ് പ്രോലീൻ ഡീസ്റ്റേബിലൈസിങ് ആൽഫ ഹെലിക്സ്. പ്രോലീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അമിനോ ആസിഡ് ആണ്. ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് പ്രോട്ടീന്റെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്. ആൽഫ ഹെലിക്സ്, ബീറ്റ ഷീറ്റ്സ് ഇതൊക്കെ പ്രോട്ടീന്റെ സ്ട്രക്ചേഴ്സ് ആണ്. ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അപ്പൊ പ്രോട്ടീന്റെ കേസിൽ ഹെലിക്കൽ സ്ട്രക്ചറിൽ പ്രോലീൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ ആ ഹെലിക്കൽ സ്ട്രക്ചറിനെ അത് ഡീസ്റ്റേബിലൈസ് ചെയ്യും. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് പകരം അതൊരു ഡീസ്റ്റേബിലൈസ് സ്ട്രക്ചർ ആവും. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യം. അപ്പൊ ആദ്യം നിങ്ങൾ പ്രോലീന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള അറിയണം. യൂഷ്വലി നമ്മൾ അമിനോ ആസിഡ്സ് പറയുമ്പോൾ അതിനൊരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ഉണ്ട്. പ്രൈമറി അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും. പ്രൈമറി അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH2 ഉണ്ടാവും. ഓക്കെ, ഈ പ്രോലീന്റെ കേസിലാകുമ്പോൾ അതൊരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നത്, NH ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? NH എന്ന് പറയുമ്പോൾ നൈട്രജന്റെ 3 ബൈൻഡിങ് പൊസിഷൻ ആണുള്ളത്. അതിൽ 2 ഒരു റിങ്ങിന്റെ കണക്ഷൻ ആയിട്ടും ബാക്കി ഒരു ഹൈഡ്രജൻ ആണ് എന്തിന്റെ കൂടെ വരുന്നത്, നൈട്രജന്റെ കൂടെ വരുന്നത്. അതാണ് എന്ത്, സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് ഇമ്യൂണോ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ പ്രോലീന്റെ സ്ട്രക്ചർ നോക്കിയാൽ അത് എന്താണ്, ഒരു റിംഗ് സ്ട്രക്ചർ ആണ്, ഒരു റിജിഡ് റിംഗ് ആണ്. മാത്രമല്ല അതിനൊരു ഇമ്യൂണോ ഗ്രൂപ്പും ആണ് ഉള്ളത്. ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. A,
proline residues introduces a destabilizing kink in the alpha helix. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, in proline, the nitrogen atom is a part of a rigid ring and rotation about N-C bond is not possible. C. The nitrogen atom of a proline residue in a peptide linkage has no substitute hydrogen to participate in hydrogen bonds with other residues. D. Proline residue works as a helix linker. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യത്തിൽ ഒരു കിങ്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആൽഫ ഹെലിക്സിൽ. പ്രോലിന്റെ കേസിൽ അത് അങ്ങനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോലിന്റെ ഹെലിക്കൽ പ്രോലിന്റെ റിംഗ് ലൈക്ക് സ്ട്രക്ചർ കാരണം പ്രോപ്പർ ആയിട്ട് ഹെലിക്സിന്റെ കോയിലിങ്ങിനെ ആ ഒരു ടേണിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡീസ്റ്റേബിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോപ്പർ ടേണിന് പകരം അവിടെ ഒരു കിങ്ക് വരും. കിങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരും. നമ്മളൊരു കിങ്ക് എന്ന് പറയുന്ന ഒരു ബെൻഡ് വരുന്നതിനൊക്കെ പറയുന്നതാണ് കിങ്ക് വരിക എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ആ ഹെലിക്സിന് എന്ത് വരും, അങ്ങനെ ഒരു ബെൻഡ് വരും. ഓക്കെ, അത് കാരണം അത് ഡീസ്റ്റേബിൾ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. രണ്ടാമത്തെ കാര്യം, നൈട്രജന്റെ റിജിഡ് ലിങ്ക്, അതായത് ഈ പ്രോലീനിലുള്ള റിജിഡ് റിംഗില് എന്തുണ്ട്, നൈട്രജൻ എന്തായിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്, സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ആയിട്ട്, അതായത് NH-ഉം അതിന്റെ കൂടെ 2 എണ്ണം കാർബണിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ N റിങ്ങിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ N-ഉം കാർബണും തമ്മിലുള്ള ബോണ്ടിന്റെ അവിടെ എന്ത് നടക്കില്ല, റൊട്ടേഷൻ നടക്കില്ല. കാരണം രണ്ട് സൈഡിലേക്കും എന്ത് കണക്റ്റഡ് ആണ്, കാർബണുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ റൊട്ടേഷൻ പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിജിഡ് സ്ട്രക്ചർ ആയിട്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടാണ് എന്തിൽ നിൽക്കുക, ആൽഫ ഹെലിക്സിന് നിൽക്കുക. അപ്പൊ അത് ബാക്കി അമിനോ ആസിഡ്സ് ആയിട്ട് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് അതിനത് സ്റ്റേബിൾ ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പം ബിയും എന്താണ്, ട്രൂ ആണ്. സി, the nitrogen atom of a proline residue in a peptide linkage has no substitute hydrogen to participate in hydrogen bonds with other residues. അതായത് മറ്റ് അമിനോ ആസിഡ് റെസിഡ്യൂസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൈഡ്രജൻ ആറ്റം എന്തിലില്ല, പ്രോലിനിലില്ല. കാരണം നമ്മൾ നോക്കി നോക്ക്, NH എന്ന് പറയില്ലേ, NH എന്ന് പറയുന്നത് അവിടെ H എന്താണ്, ഒറ്റ H അല്ലേ വരുന്നുള്ളൂ. യൂഷ്വലി NH2 വരുമ്പോഴാണ് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഒരു ലിങ്കേജ് വരിക. ഇവിടെ ഒരു H-ന് കുറവുണ്ട്, ആകെ ഒരു H ഉള്ളൂ. അത് വെച്ചിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റെസിഡ്യൂ തമ്മിലുള്ള ബോണ്ടിങ് നടക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ആൽഫ ഹെലിക്സും എന്തായിരിക്കും, ഡീസ്റ്റേബിലൈസ് ആവും. അടുത്തത്, പ്രോലിൻ റെസിഡ്യൂ വർക്ക്സ് ആസ് എ ഹെലിക്സ് ലിങ്കർ. ഹെലിക്സ് ലിങ്കർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡബിൾ ഹെലിക്സ് ആണെന്നുണ്ടെങ്കിൽ 2 ഹെലിക്സ് തമ്മിൽ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹെലിക്സ് തന്നെ പല ഭാഗത്ത് ലിങ്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഹെലിക്സിനെ ലിങ്ക് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് പ്രോലിനുള്ളത് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റേബിലൈസ് ചെയ്യാന്നല്ലേ അർത്ഥം. അപ്പൊ ഒരിക്കലും എന്താവില്ല, പ്രോലീൻ ഒരു ലിങ്കർ അല്ല, കാരണം അത് ഡീസ്റ്റേബിലൈസ് ആണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാ, A, B and C. അത് ഓപ്ഷൻ നമ്പർ 2. അടുത്ത ക്വസ്റ്റ്യൻ, while delivering genes by chemical methods, one popular conjecture about what happens to polyethylenamine DNA complexes following endocytosis is known as the proton sponge hypothesis, which entails the following steps. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ജസ്റ്റ് അറിയുന്ന വേർഡ്സ് വെച്ചിട്ട് മാത്രം നമുക്ക് അർത്ഥം പറയാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ജീൻ ഡെലിവറി മെത്തേഡ്. ജീൻ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ജീനിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, കെമിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വാട്ട് ഹാപ്പൻസ് ടു പോളിഎത്തിലിനമൈൻ ഓർ DNA കോംപ്ലക്സസ്. പോളിഎത്തിലിനമൈൻ എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ കാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ DNA ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ പോളിഎത്തിലിനമൈനും DNA-നും കൂടെ കമ്പൈൻ ചെയ്തൊരു കോംപ്ലക്സ് ആയിട്ട് എടുത്തു. ഫോളോയിങ് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യാപ്ചർ ചെയ്യുക, ഒരു സെല്ലിന്റെ അകത്തേക്ക് എൻഡോസൈറ്റോസിസ് വഴി, ഗ്രേഡിയന്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക്. ഓക്കെ, ഇസ് നോൺ ആസ് ദി പ്രോട്ടോൺ സ്പോഞ്ച് ഹൈപ്പോതെസിസ്. എന്ത് സംഭവിക്കും, ലൈക്ക് ഇങ്ങനെ കെമിക്കൽ മെത്തേഡിൽ ഈ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് നമ്മൾ ജീനെ ഡെലിവർ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോതെസിസ് ആണ് എന്ത്, പ്രോട്ടോൺ സ്പോഞ്ച് ഹൈപ്പോതെസിസ്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് എന്താണ് എന്നാണ് ആദ്യം ചോദ്യം. ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റെപ്സ് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ സ്റ്റെപ്സിന്റെ ഓർഡർ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഓർഡർ അല്ല തന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റെപ്സ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ, PEI എന്ന് പറഞ്ഞാൽ പോളിഎത്തിലിനമൈൻ. PEI DNA complexes are endocytosed. VATPases will pump protons into the vesicular interior. Water will enter the vesicle to balance the osmotic gradient.
ദി വെസിക്കിൾ വിൽ സ്വെൽ ഡ്യൂ ടു ദ എൻട്രി ഓഫ് അയോൺസ് ആൻഡ് വാട്ടർ ലീഡിംഗ് ടു റപ്ചർ. 4 സ്റ്റേറ്റ്മെന്റാ കൊടുത്തത്. അപ്പൊ നമ്മൾ എൻഡോസൈറ്റോസിന്റെ കേസ് നമ്മൾ പറയുന്നത് എന്താ? ഒന്നിനെ ക്യാപ്ചർ ചെയ്യും, ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ഇപ്പൊ നമുക്ക് ആദ്യം ഒരു എൻഡോസൈറ്റ്, ഒരു വാക്യൂളിന്റെ അകത്തേക്ക് ഈ സംഭവത്തിനെ കയറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്തായിട്ടുണ്ടാവണം? എൻഡോസൈറ്റോസിസ് നടന്നിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ്. ആദ്യം ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിനെ എൻഡോസൈറ്റോസിസ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാ? ആദ്യം ഇത് എൻഡോസൈറ്റോസിസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റി, അതായത് സെല്ലിന്റെ അകത്തേക്ക് കയറി, ഓക്കെ, ഈ കോംപ്ലക്സ് കയറി, ഇതിനെ നമുക്ക് റിലീസ് ചെയ്യണം. സെല്ലില് ജീനിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഒരു വെഹിക്കിളിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അതിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എൻഡോസൈറ്റോസിസ് ചെയ്ത സാധനത്തിനെ റിലീസ് ചെയ്യണം. ഈ റിലീസ് ചെയ്യണമെങ്കിൽ ഈ പെർട്ടിക്കുലർ എൻഡോസൈറ്റ് ചെയ്ത വെസിക്കിളിനെ ബ്രേക്ക് ചെയ്യണം, റപ്ചർ ചെയ്യണം. അതിനെന്താ സംഭവിക്കുക? അതിന് VATPases എന്ന് പറഞ്ഞിട്ടുള്ള certain പ്രോട്ടീൻസ്, certain എൻസൈംസ് എന്ത് ചെയ്യും? ഉള്ളിലേക്ക്, വെസിക്കിളിന്റെ ഉള്ളിലേക്ക് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യും. വെസിക്കിളിന്റെ ഉള്ളിലേക്ക് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തും ഒരു ഗ്രേഡിയന്റ് ഫോം ചെയ്യും. ആ ഗ്രേഡിയന്റ് കാരണം പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്ത് മൂവ് ചെയ്യും? വാട്ടർ മൂവ് ചെയ്യും. ഈ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ, ഈ വെള്ളം കൂടി കൂടി വരുമ്പോൾ ഈ വെസിക്കിൾ സ്വെൽ ചെയ്ത് വരും. സ്വെൽ ചെയ്ത് വരുമ്പോൾ ഫൈനലി എന്ത് ചെയ്യും? ഈ പെർട്ടിക്കുലർ വെസിക്കിൾ റപ്ചർ ചെയ്യും. കാര്യം മനസ്സിലായോ? പ്രോട്ടോൺ സ്പോഞ്ച് ഹൈപ്പോത്തസിസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എൻഡോസൈറ്റോസിസ് ചെയ്ത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് VATPases എന്ത് നടത്തും? പ്രോട്ടോൺസിന് ഉള്ളിലേക്ക് കയറ്റും. ഈ ഗ്രേഡിയന്റ് കാരണം വാട്ടർ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. വാട്ടർ മൂവ് ചെയ്യുമ്പോൾ എന്ത് നടക്കും? പ്രഷർ കൂടി അതിന്റെ വെസിക്കളുടെ വലുപ്പം കൂടി കൂടി അവസാനം അത് സ്വെൽ ചെയ്ത് റപ്ചർ ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓർഡർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ all 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ്. ക്ലിയർ ആണോ? A, B, C and D are right. അപ്പൊ ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂക്ലിയോസോം is basically composed of histone core, linker histone, core DNA, linker DNA. എന്താണ് ആൻസർ? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് നമ്മളെ ക്രോമാറ്റോസോമിൽ, ക്രോമാറ്റോസോം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസോം. ഇപ്പൊ ക്രോമാറ്റിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ ബീഡ്സ് ആണ്, സ്ട്രിംഗ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിൽ ഒരു ഒക്ടാമർ, ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റി എന്തുണ്ട്? DNA ഉണ്ട്. എന്നിട്ട് അതില് ലിങ്ക് ചെയ്യാൻ ഒരു എക്സ്ട്രാ ഹിസ്റ്റോൺ H1 DNA, H1 ഹിസ്റ്റോൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ, H1 ഹിസ്റ്റോൺ ഉണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത ന്യൂക്ലിയോസോമിലേക്ക് പോകുന്ന എന്തുണ്ട്? ഒരു കണക്റ്റിംഗ് DNA ഉണ്ട്. കണക്റ്റിംഗ് DNA അല്ലെങ്കിൽ ലിങ്കർ DNA ഉണ്ട്. പിന്നെ അടുത്ത എന്തുണ്ട്? ഒക്ടാമറും അതിനെ ചുറ്റിച്ചുള്ള DNA ഉണ്ട്. ഓക്കെ, അപ്പം ഉള്ളിലുള്ള ഒക്ടാമർ ഇല്ലേ, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ, 8 ഹിസ്റ്റോൺ സബ് യൂണിറ്റ്സ് ഉള്ള അതിനാണ് നമ്മൾ ഒക്ടാമർ എന്ന് പറയുന്നത്. ആ ഒക്ടോമറിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ കോർ എന്ന് പറയുന്നത്. സൈഡിലുള്ള കണക്ട് ചെയ്യുന്ന ഹിസ്റ്റോൺ ഇല്ലേ, H1, അത് ലിങ്കർ ഹിസ്റ്റോൺ. ഈ ഒക്ടോമറിനെ ചുറ്റുന്ന DNA കോർ DNA. രണ്ട് ന്യൂക്ലിയോസോംസ്, രണ്ട് ഒക്ടാമറിന്റെയും ഇടയിലുള്ള ആ ഒരു സ്ട്രാൻഡ് ഓഫ് DNA ആണ് എന്ത്? ലിങ്കർ DNA. ഇപ്പൊ ന്യൂക്ലിയോസോമിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ചോദ്യം. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഹിസ്റ്റോണും അതിനെ ചുറ്റുന്ന DNA മാത്രമാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ടേംസ് വെച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്റോൺ കോറും കോർ DNAയും മാത്രമുള്ളതാണ് എന്ത്? ന്യൂക്ലിയോസോം. ഇനി ഇതിലേക്ക് ലിങ്കർ ഹിസ്റ്റോണും അതേപോലെ തന്നെ ലിങ്കർ DNAയും കൂടെ വരുമ്പോൾ അതിനെ നമ്മൾ ക്രൊമാറ്റോസോം എന്നാ പറയാം. ഡിഫറൻസ് മനസ്സിലായോ? കോറായിട്ടുള്ള ഹിസ്റ്റോണും കോറായിട്ടുള്ള DNAയും മാത്രമുള്ളതാണ് നമ്മളെ ന്യൂക്ലിയോസോം. രണ്ട് ന്യൂക്ലിയോസോമിന്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? അപ്പം ലിങ്കർ DNAയും ലിങ്കർ ഹിസ്റ്റോണും വരുന്നുണ്ട്. ഈ ലിങ്കർ DNAയും ലിങ്കർ ഹിസ്റ്റോണും കൂടെ ചേർത്തിട്ടുള്ള പോർഷൻ നമ്മൾ എന്തെന്ന് പറയും? ക്രൊമാറ്റോസോം എന്ന് പറയും. വെസ്റ്റേണിൽ ന്യൂക്ലിയോസോം ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ A and C, ഓപ്ഷൻ 4. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. DNA or RNA മോഡിഫൈങ് എൻസൈംസ് ആണ് ലിസ്റ്റ് 1ൽ. അവർ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ആണ് ലിസ്റ്റ് 2ൽ. മാച്ച് ചെയ്യാനാണ് പ്രോപ്പർ ആയിട്ട്. ഇതിലെന്താ വരിക? DNase 1 എന്ന് പറയുന്നത് കണ്ടോ, DNase 1, RNase A, S1 ന്യൂക്ലിയസ്, RNase H, എല്ലാം ന്യൂക്ലിക് ആസിഡിനെ ക്ലീവ് ചെയ്യുന്നതാണ്. DNAന്റെയും RNAന്റെയും ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, DNase 1 എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് നിക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അതിലുള്ള ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് മാത്രമാണ് വെട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് DNase 1. ഓക്കെ, രണ്ടാമത് വരുന്നത് RNase A. RNase എന്ന് പറയുമ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി ഫോർ എന്താണ്? RNA ആണ്. ഓക്കെ, അപ്പം ക്ലീവ്സ് ആൻഡ് ഡൈജസ്റ്റ് RNA ആൻഡ് നോട്ട് DNA. RNase A DNA നെ തൊടയില്ല, DNA ഉള്ള
ന്യൂക്ലിക് ആസിഡ്സിന്റെ അടുത്തേക്ക് പോവില്ല, അവിടെ ഫംഗ്ഷൻ നടത്തുകയില്ല. RNA മാത്രമാണ് ക്ലീവ് ചെയ്യുകയും ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് S1 ന്യൂക്ലിയസിസ്. S1 ന്യൂക്ലിയസിസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA-നെയും അതേപോലെ തന്നെ RNA-നെയും ക്ലീവ് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയസ് എന്നല്ലേ പേര്, RNAs എന്നോ DNAs എന്നോ അല്ല പേര്, ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിക് ആസിഡ്, അത് ഏത് ന്യൂക്ലിക് ആസിഡ് ആണെങ്കിലും സിംഗിൾ സ്റ്റാൻഡ് ആവണം എന്നേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് RNase-H. RNase-Hന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു DNA RNA ഹെട്രോ ഡ്യൂപ്ലെക്സ് വരികയാണെങ്കിൽ, ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പം പറയുമ്പോഴും 2 DNA സ്ട്രാൻഡ്സ് ഒരുമിച്ച് വരുന്നത്, അല്ലെങ്കിൽ 2 RNA സ്ട്രാൻഡ്സ് ഒരുമിച്ച് വരുന്നത്. ഒരു DNA സ്ട്രാൻഡും ഒരു RNA സ്ട്രാൻഡും തമ്മിൽ ഒരു ഹെട്രോ ഡ്യൂപ്ലെക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള RNA മാത്രം ഡൈജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് ഏത്, RNase-H എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫ്ലൂറസെൻസ് ഡൈ? ഫ്ലൂറസെൻസ് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യിപ്പിക്കാന്നല്ലേ. ഫ്ലൂറസെൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഡൈ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ആൻസർ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അലക്സ ഫ്ലൂർ, ഗ്രീൻ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ, റെഡ് ഫ്ലൂറസെന്റ് പ്രോട്ടീൻ, സൈലീൻ സയനോൺ. ഗ്രീൻ ഫ്ലൂറസെന്റ് GFP-യും RFP-യും രണ്ടും ഫ്ലൂറസെന്റ് ഡൈസ് ആണ് നമുക്കറിയാം. അലക്സ ഫ്ലൂർ ആണോ സൈലീൻ സയനോൺ ആണോ എന്നാണ് ഡൗട്ട് വരിക. സൈലീൻ സയനോൾ എന്ന് പറയുന്നത് ഒരു ട്രാക്കിംഗ് ഡൈ ആണ്. ട്രാക്കിംഗ് ഡൈ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ ചെയ്തിട്ട് മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡൈ ആണ്. അതിൽ എന്ത് വരുന്നില്ല, ഫ്ലൂറസെൻസ് വരുന്നില്ല. ഓക്കെ, അലക്സ ഫ്ലോറും ഫ്ലൂറസെന്റ് ഡൈ ആണ്. ആകെ ഇതിൽ ഫ്ലൂറസെൻസ് കാണിക്കാത്തത് സൈലീൻ സയനോൾ ആണ്. അപ്പൊ ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രോസസിംഗ് ഓഫ് ഗ്രീൻ ടീ? ഫെർമെന്റേഷൻ ആൻഡ് ഡ്രൈയിങ്, ട്വിസ്റ്റിംഗ് ആൻഡ് റോളിംഗ് ഓഫ് ലീവ്സ് ടു ഫെസിലിറ്റേറ്റ് ബ്രേക്കപ്പ്, initial removal of moisture content, crushing, tearing and curling by CTC method. എന്തായിരിക്കും ആൻസർ? ഫസ്റ്റ് നമ്മൾ ഗ്രീൻ ടീ എന്നുള്ളത് പോട്ടെ, നമ്മൾ നോർമൽ ടീ പ്രൊഡക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇല പറിച്ച് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇനീഷ്യൽ റിമൂവൽ ഓഫ് മോയ്സ്ചർ കണ്ടന്റ്. ഓക്കെ, രണ്ടാമത് വരുന്നത് ഈ റിമൂവ് ചെയ്തതിന്റെ സാധനത്തിനെ റോൾ ചെയ്യുകയും ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിലീസ് ചെയ്യാനുള്ള ആന്റി ഓക്സിഡൻസിനെല്ലാം റിലീസ് ചെയ്യാനാണ് പിന്നെ ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതും റോൾ ചെയ്യുന്നതും ഒക്കെ. ടു ഫെസിലിറ്റേറ്റ് ബ്രേക്കപ്പ്, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിലീസ് ആവാനുള്ളതെല്ലാം റിലീസ് ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രഷിംഗ്, ടയറിംഗ് ആൻഡ് കേളിംഗ് ബൈ CTC മെത്തേഡ്. ക്രഷ് ചെയ്യുക, ടയർ ചെയ്യുക, കേൾ ചെയ്യുക. തന്നിരിക്കുന്ന ലീവ്സിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മുറിച്ച് കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ചെറുതാക്കിയിട്ടില്ല. അപ്പൊ ഇനിയുള്ള ഫംഗ്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ക്രഷ് ചെയ്യാനും അതിനെ പൊടിച്ചു കളയാനും ടയർ ചെയ്യാനും. ക്രഷിംഗ്, ടയറിംഗ് ആൻഡ് കേളിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലീഫ് അതിന്റെ സൈസ് ഒക്കെ അനുസരിച്ച് മാറ്റം വരും. ഓക്കെ, അപ്പൊ ക്രഷ് ചെയ്ത് ടയർ ചെയ്ത് കേൾ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. ഗ്രീൻ ടീന്റെ കേസിലാണ് ഫെർമെന്റേഷൻ ഏറ്റവും ലാസ്റ്റ് നടക്കുക. ബാക്കി ടീനൊക്കെ അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഗ്രീൻ ടീയിൽ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഏറ്റവും ലാസ്റ്റ് ആണ്. എന്നിട്ടാണ് എന്തിലേക്ക് പോവാ, ഡ്രൈയിങ്ങിലേക്ക് പോവാ. ഓക്കെ, അപ്പം ഓർഡർ പറയുകയാണെന്നുണ്ടെങ്കിൽ CPTA, ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ, vertical gel electrophoresis is routinely used for the separation of 1 protein, 2 DNA, 3 RNA, 4 carbohydrate and lipid. വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പം ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജെല്ലിലുള്ള മൂവ്മെന്റിനെ പറ്റിയിട്ടല്ല പറയുന്നത്, നമ്മൾ സെറ്റപ്പിനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസും ഹൊറിസോണ്ടൽ ജെൽ ഇലക്ട്രോഫോറസിസും പറയുന്നത്. അത് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 2D ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഉണ്ട്. അത് ഞാൻ മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2Dയിൽ എന്താ നടക്കുക വെച്ച് കഴിഞ്ഞാൽ, വെർട്ടിക്കലി ഒരു സെപ്പറേഷൻ നടക്കും, ഹൊറിസോണ്ടലിയും സെപ്പറേഷൻ നടക്കും. ഓക്കെ, അപ്പൊ ആ സെപ്പറേഷന്റെ ബേസിസിൽ നമുക്കത് വെർട്ടിക്കൽ സെപ്പറേഷൻ, വെർട്ടിക്കൽ ഇലക്ട്രോഫോറസിസ്, ഹൊറിസോണ്ടൽ ഇലക്ട്രോഫോറസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല, അങ്ങനെ ആ ടേംസ് യൂസ് ചെയ്യാറില്ല 2Dയിൽ. ഓക്കെ, വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെല്ലിനെ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടാണ് സെപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസ്. ഹൊറിസോണ്ടലി ഇങ്ങനെ കിടത്തി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പം ഏതിനാ യൂസ് ചെയ്യാന്നാണ് ചോദ്യം. വെർട്ടിക്കലി യൂസ് ചെയ്യുന്നത് എന്തിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ചോദ്യം. എന്തിനാണ് വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് SDS പേജിലാണ്. SDS പേജ് എന്തിന്റെ സെപ്പറേഷനാണ്, പ്രോട്ടീൻ സെപ്പറേഷനാണ്. ഓക്കെ, നോർമൽ ജെൽ ഇലക്ട്രോഫോറസിസ് നിങ്ങൾ എപ്പോഴും കിടത്തി വെക്കുന്നതും വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസ് എപ്പോഴും, വെർട്ടിക്കൽ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് എന്താണ്, SDS പേജ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്തിന്റെ സെപ്പറേഷൻ ആണ്, പ്രോട്ടീൻ സെപ്പറേഷൻ. അപ്പം ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ദാറ്റ് മീഡിയേറ്റ് ദ ബൈൻഡിംഗ് ഓഫ് RNA polymerase to DNA template are TF2A, data box, TF2B,
സ്മോൾ ന്യൂക്ലിയർ റൈബോന്യൂക്ലിയോ പ്രോട്ടീൻസ്. എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? DNA ടു RNA ചേഞ്ച് അല്ലേ? ഇല്ലേ? കൺവേർഷൻ ഓഫ് DNA ഇൻടു RNA. DNA ടെംപ്ലേറ്റിലേക്ക് RNA പോളിമറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വന്ന് അറ്റാച്ച് ചെയ്തിട്ടാണ് RNA സ്ട്രാൻഡ് ഫോം ചെയ്യുക. അപ്പൊ ഈ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ട്രാൻസ്ക്രിപ്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ് RNA പോളിമറേസിന്റെ ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ TF2 എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ടാറ്റ ബോക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ആണ്. ഓക്കെ, അത് പ്രൊമോട്ടർ റീജിയനിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബൈൻഡിങ്ങിന് ആവശ്യം അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനാണ്. TF2Bയും എന്താ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. സ്മോൾ ന്യൂക്ലിയർ റൈബോന്യൂക്ലിയോ പ്രോട്ടീൻസ് പറയുന്നത് mRNA ഫൈനലി ഫോം ചെയ്യില്ലേ, നമ്മളെ പ്രോസസ്സിംഗ് mRNA പ്രോസസ്സിംഗ് ഒക്കെ ഇല്ലേ, ആ സമയത്ത് സ്പ്ലൈസിങ്ങിനൊക്കെ ആവശ്യമുള്ള പ്രോട്ടീൻസ് ആണ് SNRP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് A ആൻഡ് C ആണ് കേട്ടോ. TF2Aയും TF2Bയും. TF എന്ന് പറയുന്നത് തന്നെ എന്താ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഈ സെഷൻ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.